മസനഗുഡി ഈ ഒരു സ്ഥലം കാണാത്തവരുണ്ടെങ്കിലും കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും. മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന മുതുമല ബന്ദിപ്പൂർ വനമേഖലയിൽ തമിഴ്നാട്ടിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ് മസനഗുഡി. കാട് ഇഷ്ടപ്പെടുന്നവർക്കും ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഇവിടെ വന്നാൽ നിരാശയോടെ മടങ്ങിപ്പോകേണ്ടി വരത്തില്ല. മസനഗുഡി വഴി ഊട്ടി എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റോഡ് തന്നെയാണ്. അതുപോലെ മസനഗുഡിക്ക് അടുത്ത് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ വേറെയുമുണ്ട്. അതിൽ ഏറ്റവും സുന്ദരമെന്ന് പറയാവുന്ന ഒന്നാണ് മോയാർ. അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറേ വൈൽഡ് ആനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. നിലമ്പൂർ വഴിക്കടവ് മുതുമല വഴി മസനഗുഡി എത്തി അവിടുന്ന് മോയാറെല്ലാം പോയി ഫോറസ്റ്റുകാരെ വെറുപ്പിച്ച് 8ന്റെ പണിയും മേടിച്ച് ഊട്ടിക്ക് പോകുന്ന കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. എൻ്റെ കൂടെ ബിബിലും ന്യൂട്ടൺ വ്ലോഗ്സിലെ സാമും വൈൽഡ് സ്പിയറിലെ അജിത്തും ഒക്കെ ഉണ്ട്. 2 വർഷം മുമ്പ് ഞാനും ശ്രീയും മസനഗുഡി വഴി ഊട്ടിക്ക് കാറിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ആഗ്രഹിച്ചാണ് എന്നെങ്കിലും ഈ വഴി ബൈക്കിലൊന്ന് പോകണമെന്ന്. ഇത്തവണ നമ്മുടെ ഹിമാലയനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇറ്റ്സ് മീ ഷബിൻ ഷംസുദ്ദീൻ. കാടിൻ്റെ മണമുള്ള മസനഗുഡി കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് നെല്ലിയാമ്പതി എന്നാണ്. നെല്ലിയാമ്പതിയുടെ വിഷ്വൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് കാണും, ഇല്ലെങ്കിൽ ഈ ലിങ്കിൽ കുത്തിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിയിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് നേരെ വന്ന് നിലമ്പൂർ വഴി ഗൂഡല്ലൂർ വഴിയാണ് മസനഗുഡി കയറാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മുതുമല ചെക്ക് പോസ്റ്റ് ഉണ്ട്. രാവിലെ 6 മണിക്കങ്ങാണ്ട് തുറക്കും. നമ്മൾ വരുമ്പോൾ ലേറ്റായി, ഇപ്പോൾ സമയം 10:30 അപ്പോൾ നല്ല മഴയൊക്കെ പെയ്ത് കിടക്കുന്ന സെറ്റപ്പ് ആയതുകൊണ്ട് ഈ ഒരു മൂഡിലാണ് നമ്മൾ മസനഗുഡിയിലോട്ട് കയറാൻ പോകുന്നത് കേട്ടോ. ആന ഇറങ്ങുന്ന മേഖല, അത് കുറേ ബോർഡുകളുണ്ട് കേട്ടോ. നല്ല കോടയൊക്കെ അടിച്ച് കിടപ്പുണ്ട് അതിലൊക്കെ. വാവ്, നോക്ക്. മഴക്കാലം ആയാൽ പിന്നെ കോടഭാഗ്യമാവും. ഫുള്ള് കോടയാണ് എല്ലായിടത്തും. രസമല്ലേ അല്ലേ? ഓ അടിപൊളി, എന്താ മൂടി. നമ്മുടെ മസനഗുഡി വ്ളോഗിൽ പ്രതീക്ഷിക്കാത്തൊരു അതിഥിയാണ് സാം. ഇത് വേറൊരു അതിഥി കേട്ടോ, മഞ്ഞ്. ഞാനടുത്ത് അവിടെ നമ്മുടെ മുതുമല അവിടെ വന്നിട്ട് ജസ്റ്റ് കാട്ടിക്കൂടെ കയറി പോകുന്ന കുറച്ച് സാധനമൊക്കെ എടുക്കാൻ ഓർത്തായിരുന്നു. പക്ഷേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ തോന്നി കേട്ടോ. പിന്നെ ഉള്ള കാര്യം പറയാമല്ലോ, ഞാൻ ഈ ഒരു പോർഷൻ റെക്കോർഡ് ചെയ്യാൻ ഒട്ടും പ്ലാനില്ലാഞ്ഞത് കൊണ്ട് ഈ ചുരത്തെ പറ്റിയോ ഇതിൻ്റെ ദൂരമോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെരിന്തൽമണ്ണയിൽ നിന്ന് ഗൂഡല്ലൂർ മാപ്പിട്ടെങ്കിൽ കയറിയെന്നേ ഉള്ളൂ, അതല്ലാതെ കൂടുതലൊന്നും അറിയത്തില്ല. എൻ്റെ മോനെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഓ, ഹെൽമെറ്റ് അടച്ചു വെച്ചോണ്ടായിരുന്നു കേട്ടോ, തുറന്നപ്പോൾ ഇച്ചിരി കാണാൻ പറ്റുന്നുണ്ട്. ഇനി മഴക്കാലമാണ് വരുന്നത്. ആണെന്നല്ല, മഴക്കാലം വന്നു. ഇനി കുറച്ച് മഴയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും മഴയോടും ഉണ്ടാകണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഓർമ്മ ശരിയാണ്, 2018-19 എങ്ങാണ്ട് ഫ്ലഡ് ഉണ്ടായില്ലേ. 18 കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ഉണ്ടായില്ലേ. അതിൽ വയനാട്ടിൽ കാര്യമായിട്ട് പ്രശ്നങ്ങളുണ്ടായില്ല. അക്കൂട്ടത്തിൽ ഈ റോഡൊക്കെ പൊലിച്ചു പോയൊരു സെറ്റപ്പ് ആയിരുന്നെന്ന് തോന്നുന്നു. വയനാടല്ല, സോറി, നിലമ്പൂർ. അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്, ഉറപ്പില്ല. വെൽക്കം ടു ക്യൂൺ ഓഫ് ഹിൽസ്. ഊട്ടി 69, ഗൂഡല്ലൂർ 17, മൈസൂർ 126 കിലോമീറ്റേഴ്സ്. അപ്പം നമ്മുടെ കേരളം കഴിഞ്ഞിരിക്കുകയാണ്, നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറിയിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ തമിഴ്നാട്ടിലോട്ട് വരാൻ വേണ്ടി പാസ് എടുക്കണം കേട്ടോ. പാസ് എടുക്കണം എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ കയറിയിട്ട് നമ്മുടെ പേരും അഡ്രസ്സും വണ്ടിയുടെ ഡീറ്റെയിൽസും വണ്ടിയുടെ നമ്പരും പിന്നെ നമ്മൾ ഊട്ടിയിൽ പോയാലും നിൽക്കാൻ പോകുന്ന സ്ഥലം ഏതാണോ അതിൻ്റെ അഡ്രസ്സും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു പാസ് തരും, അത് കാണിക്കണം. നല്ല സൂപ്പർ ക്ലൈമറ്റ്, മഞ്ഞ്, മഴ എല്ലാം ഉണ്ട്. അയ്യോ, വലിയൊരു വെട്ടിത്താപ്പ്. ഇതൊക്കെ എന്ത് ഡേഞ്ചറാ. മഞ്ഞിൻ്റെ അകത്തൊക്കെ കയറി വരുമ്പോൾ ഇത് കാണുമോ, താഴെ പോവില്ലേ. അയ്യോ, ഭയങ്കര വൈൽഡ് ലുക്കുണ്ട് സ്ഥലത്തിന്. ഇപ്പം മഞ്ഞിൻ്റെ കൂടെ വേറൊരു അതിഥിയും കൂടെ എത്തിയിരിക്കുകയാണ്, മിസ്റ്റർ കാറ്റ്. നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ, തണുപ്പും കൂടിയിട്ടുണ്ട്. കൊള്ളാം, എന്താ മൂഡ്. ചടിക്കോ. തേയിലത്തോട്ടങ്ങളൊക്കെ നമുക്ക് വിസിബിളായി തുടങ്ങിയിട്ടുണ്ട്. വെൽക്കം ടു നീലഗിരി ഊട്ടി വർക്കി കമ്പനി. അതിൻ്റെ കമ്പിളി നാരങ്ങ, പേരയ്ക്ക, മാങ്ങ, നാരങ്ങ, കരിനാരങ്ങ. RTO ചെക്ക് പോസ്റ്റ് ഗവൺമെൻറ് ഓഫ് തമിഴ്നാട്. തമിഴ്നാടാണപ്പം. എനിക്ക് താഴെ അത് കണ്ടപ്പോൾ ചെറിയൊരു സംശയം ഉണ്ടായി. ബട്ട് വി റീച്ച് തമിഴ്നാട്. അതിൻ്റെ വഴി ഇത്ര മോശമായി കിടക്കുന്നത്. തമിഴ്നാടായതുകൊണ്ട് നമുക്ക് കേരളത്തിലെ ഗവൺമെൻറ് തെറി പറയാൻ പറ്റത്തില്ലല്ലോ. എൻട്രി ടോൾ എവിടെ? മഞ്ഞ് കാരണം ഒന്നും കാണുന്നില്ല ഈശ്വര. ഇവിടെ ഒരു 17 കിലോമീറ്റർ വലത്തോട്ട്. ഈ ജംഗ്ഷൻ്റെ പേരാണ്, ഇവിടെ ഒരു ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുണ്ടോ, നാടുകാണിയോ? നാടുകാണി എവിടെയാണോ? ആർക്കറിയാം, ഐ ഡോണ്ട് നോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞുതരൂ. അതായത് നമ്മൾ കയറിയത് നാടുകാണി ചുരമാണ്. ഐ സി. വെറും 102 രൂപ. അണ്ണ ഇപ്പം ഈ ലെഫ്റ്റിലോട്ടുള്ള നാടുകാണി ചുരം അല്ലേ? ഇതാണ് നാടുകാണി. തമിഴ്നാട്ടിലല്ലേ? ഓ, ആ ചുരം താഴെ ഏതാ? അപ്പം നിലമ്പൂരാ?
വഴിക്കടവ്. വഴിക്കടവെന്ന് നാടുകാണി എത്ര കിലോമീറ്റർ ദൂരം ഉണ്ട് ഇത്? വഴിക്കടവെന്ന് ഇവിടെ നിന്ന് വഴിക്കടവ് വരെ 15. ഓക്കെ. ഈ വഴി നേരെ എങ്ങോട്ടാ? കാലിക്കട്ടാ? ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം മനസ്സിലായി. 1779-42. പക്ഷേ എന്നാലും എനിക്ക് മനസ്സിലാകാത്തത്, ഞാൻ വന്നിട്ടുള്ള നാടുകാണിച്ചുരവും വഴിക്കടവ് ചെക്ക് പോസ്റ്റും ഒക്കെ ഞാൻ മറന്നുപോയല്ലോ എന്നുള്ളതാണ്. അത് കണ്ടിട്ടും എനിക്ക് അന്നേരം കത്തിയില്ല, അവർ പറയുന്നിടം വരെ. അപ്പോൾ അതാണ് വഴിക്കടവ് ചെക്ക് പോസ്റ്റ്, കുറേ ഫേമസ് ആയിട്ട് ചെക്ക് പോസ്റ്റ്. പിന്നെ നാടുകാണിച്ചുരവും എന്തായാലും വേട്ടെ അല്ലേ. അപ്പോൾ നമുക്കിനി ഗൂഡല്ലൂർ പോയിട്ട് ഗൂഡല്ലൂരിൽ നിന്ന് മുതുമല കയറി, മുതുമലയിൽ നിന്ന് മസനഗുഡി കയറി, മസനഗുഡിയിൽ നിന്ന് ഊട്ടിക്കും പോവാം. ഓക്കെ. തേയിലത്തോട്ടങ്ങളൊക്കെ ആയി കേട്ടോ, കംപ്ലീറ്റ്ലി ലുക്ക് മാറിയിട്ടുണ്ട്. ഊട്ടിയിൽ ഭയങ്കര മഴയാണെന്ന് പറഞ്ഞത്, അതുപോലെ ഭയങ്കര തണുപ്പാന്ന് പറഞ്ഞത്. പക്ഷേ മസനഗുഡി സൈഡിൽ വലിയ കുഴപ്പമില്ലെന്നാണ് കേട്ടത്. ഓക്കെ. തമിഴ്നാട്ടിലൂടെ നമ്മുടെ KSRTC. അവിടെ പുഴയൊക്കെ ഉണ്ടായിരുന്നു, അതോടെ പുഴയല്ല, അരുവി, എന്നൊക്കെ നിറച്ച് വെള്ളമായി, കലങ്ങിയ വെള്ളം. സോ നമുക്ക് തിരിയേണ്ട സ്ഥലമായി. ഇനിയിപ്പോൾ ചെക്ക് പോസ്റ്റ് ആണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയാൽ 20 കിലോമീറ്റർ പോയാലും മുതുമലയായി. ബോർഡ് കാണിച്ചത് ലെഫ്റ്റിലോട്ടാണ്, അപ്പോൾ എനിക്കൊന്ന് ബാക്കിൽ നിന്നാന്ന് തോന്നുന്നു. നോക്കട്ടെ. സോ ഇതാണ് ഗൂഡല്ലൂർ ടൗണ്. യൂണിവേഴ്സൽ ട്രൂത്ത് ഓഫ് ഓട്ടോക്കാർ. അല്ല, മുതുമല പോകുന്ന വഴി എങ്ങോട്ടാ? മുതുമല ലെഫ്റ്റാ. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പാറിപ്പറന്ന കാഴ്ചയിൽ നിന്ന് അലമ്പും ബഹളവും ഹോണടിയൊക്കെ ആയിട്ട് വേറൊരു ലോകം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നമ്മൾ പല ടൈപ്പ് വ്ളോഗുകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വൈൽഡ് ലൈഫ് ചെയ്യുന്നുണ്ട്, മോട്ടോ വ്ളോഗ് ചെയ്യുന്നുണ്ട്, പിന്നെ അങ്ങനെ ഇങ്ങനെ ഇൻ്റർനാഷണൽ പോകാൻ പറ്റുമ്പം പോയി അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ കളികളുണ്ട്. പിന്നെ ഫെസ്റ്റിവൽസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഇഷ്ടമുള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ആകുമ്പം കൂടുതൽ നമുക്ക് അതിൽ ഫോക്കസ് ചെയ്യാമല്ലോ. മൈസൂർ ലെഫ്റ്റ് 110, ഊട്ടി വലത്തോട്ട് 50. ശരി, വഴി കറക്റ്റായിരിക്കണേ. തിരിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടാവല്ലേ. നമ്മൾ വേറൊരു ജംഗ്ഷൻ എത്തി, തോരപ്പള്ളി. ഈ ജംഗ്ഷൻ കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. നോക്കാം. യെസ്, നമ്മൾ ചെക്ക് പോസ്റ്റിന് ഫ്രണ്ടിലെത്തി കേട്ടോ. മുതുമലൈ ടൈഗർ റിസർവ്സ് വെൽക്കംസ് യു. ഇതിന് മുമ്പ് ഇങ്ങനെ പൈനാപ്പിളൊക്കെ വിൽക്കുന്ന കുറേ ആൾക്കാരൊക്കെ കൂടി വരുവേ. ഇത് കയറുമ്പോഴേ എന്തോ നിപ്പുണ്ട്. അതെന്തത്? പശുവാണ്, വെറുതെ മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ബൈക്കിന് ഒരു കാട്ടിക്കൂടെ പോകുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം എന്ന് വെച്ചാൽ ഈ ട്രിപ്പിൽ നമ്മൾ ഇവിടെ പോയി, പാലക്കാട് നെല്ലിയാമ്പതി പോയി, പിന്നെ മറ്റേ നമ്മുടെ എല്ലപ്പെട്ടിയിൽ നിന്ന് വരുന്നു. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഞാൻ ബൈക്കിൽ കാട്ടിക്കൂടെ പോകുന്നത്. പണ്ടൊക്കെ ഞാനിങ്ങനെ ബൈക്കിൽ കാട്ടിക്കൂടെ പോകുന്നതൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ പേടിക്കുമായിരുന്നു. കാര്യം ഇതൊക്കെ അറ്റാക്ക് ചെയ്യില്ല എന്നൊക്കെ. മാൻകുട്ടി നിങ്ങൾക്ക് അറിയാമായിരിക്കും, എങ്കിലും ഞാൻ വെറുതെ പറയാം. നമ്മളിപ്പോൾ പോകുന്നത് തമിഴ്നാട്ടിലൂടെയാണ്. ഈ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ മുതുമല കഴിഞ്ഞാൽ അടുത്ത ബന്ദിപ്പൂർ എന്ന് പറഞ്ഞാൽ കർണാടകയാണ്. അപ്പം മുതുമല ടൈഗർ റിസർവും ബന്ദിപ്പൂർ ടൈഗർ റിസർവും രണ്ടാണ്, പക്ഷേ സെയിം കാർഡാണ്. 2 ഡിസ്ട്രിക്റ്റിൻ്റെ അണ്ടറിൽ വന്നപ്പോൾ 2 പേരിൽ വന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഇത് രണ്ടും ജോയിൻ ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അവിടുന്ന് റൈറ്റ് എടുക്കുമ്പോഴാണ് മസനഗുഡി ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മുടെ യാത്ര. അടിപൊളി. ഇങ്ങോട്ടേക്ക് മഴയില്ല കേട്ടോ, ഇതുവരെ ഇല്ല. മലമുകളിൽ മാത്രമേ ഉള്ളൂ മഴ എന്ന് തോന്നുന്നു. പക്ഷെ നോക്കിയേ, നല്ല ലൈറ്റല്ലേ. ഉച്ചയാണ്, 12:15. ആന എടോ, ആന ചങ്ങലയിട്ട ആന. ഓ, ഇതറിയത്തില്ലാത്തവർക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് അവിടുന്ന് ഗൂഡല്ലൂരിൽ നിന്ന് 30 കിലോമീറ്ററാണ് ഊട്ടി. ഇപ്പോൾ 24 അങ്ങനെ കണ്ട്. ഇവിടെ നിന്ന് 30 കിലോമീറ്റർ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കിനും ഗൂഡല്ലൂർ വഴി ആയിരിക്കും കൂടുതൽ പോകുന്നത്. ഈ വഴി പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു കാടിൻ്റെ മൂട് കിട്ടി പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ വഴി മസനഗുഡി വഴി ഊട്ടി എന്ന് പറഞ്ഞുള്ള ആ ഒരു സംഭവത്തിലേക്ക് തിരിച്ചു വിടുന്നത് കേട്ടോ. ഈ ചെറുതൊക്കെ ബൊഗൈൻവില്ല അല്ല, വാഗയല്ലേ. ഇവിടെ നിന്നുണ്ടല്ലോ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ്, കർഗുഡി റേഞ്ച്. അയ്യോ, അവിടെ ഒരു കുഴി. അയ്യോ, പാലം ഇരുന്ന് പോയതാ കേട്ടോ. അത് പുഴയിലെ വെള്ളമൊക്കെ നല്ല കലങ്ങി കിടക്കണം. അതിൻ്റെയൊക്കെ സൈഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലേ. ഇറങ്ങിപ്പോയി ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. അങ്ങോട്ട് ഇറങ്ങി കാടിനങ്ങോട്ട് സൈഡിലോട്ട് പോകുമ്പോഴായിരിക്കും കടുത്തേക്ക് കൂടെ കടിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ എഴുതി വെച്ചിട്ടുണ്ട്, പാർക്കിങ് പാടില്ല, ഇറങ്ങി നടക്കലെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് മറ്റേ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞത്, മുതുമല എലഫൻറ്റ്. ഇതവിടെ എലഫൻറ്റ് കുറേ നിൽപ്പുണ്ട്. എലഫൻറ്റ് ക്യാമ്പിൻ്റെ കാഴ്ചകളൊക്കെ കാണാതെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായത് പണ്ട്.
നമ്മൾ മുതുമല എത്തി കേട്ടോ. മുതുമല എത്തി കഴിയുമ്പോഴത്തേക്കും ഇവിടെ കംപ്ലീറ്റ്ലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസും കാര്യങ്ങളും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഫോറസ്റ്റ് സഫാരി പോകാൻ വേണ്ടി മുതുമല ടൈഗർ റിസർവിൻ്റെ വക ജീപ്പ്, ബസ്, അങ്ങനത്തെ സഫാരി ടീംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ സഫാരി ടീംസ് അല്ല, അവർ ഒഫീഷ്യലി ചെയ്യുന്ന അതിൻ്റെ ഒരു ഓഫീസ് ഈ ലെഫ്റ്റ് സൈഡിലുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ഡയറക്റ്റ് ബുക്ക് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ദ ഐക്കോണിക് ബ്രിഡ്ജ് ടു മസനഗുഡി. അപ്പം നമ്മൾ നേരെ വന്ന് മുതുമല നിർത്തിയിട്ട് അതിലൊന്ന് ചെറുതായിട്ട് കറങ്ങി, ഒരു നാരങ്ങാളൊക്കെ കുടിച്ചു, ഒരു ഉള്ളിവടയൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കിനും മഴയും പെയ്തു. പിന്നെ ഏതായാലും അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്ത് ഓടി വന്നതൊക്കെ ഷൂട്ട് ചെയ്തു കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ മുതുമല ടൈഗർ റിസർവിൻ്റെ സഫാരി സെറ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ പോകാം. ഒന്ന് ബസ്, അതല്ലെങ്കിൽ ജീപ്പുണ്ട്, ബൊലേറോ ഉണ്ട്. ഈ രണ്ടിലും പോകാം. ബസ്സിന് 340 രൂപയും പിന്നെ ജീപ്പിനാണെങ്കിൽ 4200 ജീപ്പിനും, പിന്നെ ഒരാൾക്ക് പെർ ഹെഡ് 130 എക്സ്ട്രായും കൊടുക്കണം. മാക്സിമം 7 പേർക്ക് വരെ കയറാം. അപ്പോൾ അത്രയാണ് സഫാരിയുടെ സെറ്റപ്പ്. പിന്നെ അവിടെ കുറച്ച് സോനിയർ സെൻറ്റേഴ്സും പിന്നെ നിങ്ങൾക്ക് വന്ന് ഫ്രഷ് ആകാനുള്ള ബാത്റൂംസും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ബന്ദിപ്പൂർ പോകാനാണെങ്കിലും ഇപ്പോൾ മസനഗുഡി വഴി ഊട്ടി കയറാനാണെങ്കിലും ഇത് നിങ്ങളുടെ ഒരു ഫസ്റ്റ് സ്റ്റോപ്പാക്കി എടുക്കാം. അവിടുന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് ചെറിയ ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടിക്ക് പോകാം. ഇനി നമ്മൾ മസനഗുഡിയിലോട്ട് പോവുകയാണ്. കുഞ്ഞൻ വഴിയാണ് കണ്ടോ, ഭയങ്കര രസമാണ്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്ത കേട്ടോ. പക്ഷെ അന്ന് കാറിനായിരുന്നു, ശ്രീയുടെ കൂടെ കാറിന് വന്നിട്ട് നമ്മുടെ ഹാരിയറൊക്കെ ആയിട്ട് വന്നിട്ട് ചുമ്മാ ഐഫോണിലൊക്കെ എടുത്ത ഒരു വീഡിയോ ആയിരുന്നു. പക്ഷെ ഒത്തിരി വ്യൂസൊക്കെ കിട്ടിയ വീഡിയോയ്ക്ക്. പക്ഷേ ഇതെനിക്ക് കുറച്ച് നിങ്ങളെ കുറച്ച് വിഷ്വലി അതിൻ്റെ ഒരു ഫീല് കിട്ടണം എന്നുള്ളൊരു രീതിയിലാണ് ഫുൾ സാധനമൊക്കെ ആയിട്ട് കിട്ടിയപ്പോഴേക്ക് വന്നത്. പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ ആക്ടിവിറ്റി സെൻ്ററല്ലേ നമ്മുടെ സഫാരിയൊക്കെ ബുക്ക് ചെയ്യുന്നത്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് അന്നേ ദിവസം അവിടെ സ്പോട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് ബാക്കി മൃഗങ്ങളെയൊക്കെ എന്നാണ് ലാസ്റ്റ് സ്പോട്ട് ചെയ്തതെന്നുള്ളതും എത്ര മൃഗങ്ങളെ സ്പോട്ട് ചെയ്തു എന്നുള്ളതൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മൃഗങ്ങളെ കാണാത്തവർക്ക് അത് കണ്ടിട്ട് വേണേലും സന്തോഷപ്പെടാം. മസനഗുഡി ഇവിടുന്ന് 7 കിലോമീറ്റർ, നോ ഫീഡിങ് ആനിമൽസ്. ഭയങ്കര രസമുള്ള ഒരു വഴി, എനിക്ക് ഭയങ്കര ഒരു പേഴ്സണൽ ഫേവറേറ്റ് റോഡ് തന്നെ പറയാം. ഞാനിതിൽ കുറേ തവണ വന്നിട്ടുണ്ട്. ഇതിൽ ഊട്ടിക്ക് ഒരു പ്രാവശ്യം പോയിട്ടുള്ളെങ്കിലും ഈ വഴി ഞാൻ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര രസമാണ്. അന്ന് കാറിന് വന്നപ്പോൾ ആ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഈ വഴി ഒന്ന് ബൈക്കിന് പറഞ്ഞെന്ന്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണല്ലോ സാധിച്ചു. നിറച്ച് മാനുകൾ നിൽക്കുന്നത് അതിലെല്ലാം. വൗ, എന്താണ് ഏത് വലിയ ടീമാണ്. അഡീഷണൽ കളക്ടർ. എനിക്ക് വൈൽഡ് ലൈഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഇതുവരെ അതിനെപ്പറ്റി പഠിക്കാനോ ഉള്ള ഒരു അവസരമോ അല്ലെ സമയമോ അല്ല, അതിനുവേണ്ടി ഒരു എഫേർട്ട് ഇട്ടില്ലെന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സാമിനെ ഞാൻ പരിചയപ്പെട്ടത്, നമ്മുടെ ന്യൂട്ടൺ വ്ളോഗ്സ്. സാമിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റിലെ മെയിൻ ടീംസാണല്ലോ ഇവരൊക്കെ. ന്യൂട്ടൺ വ്ളോഗ്സ് ഉണ്ട്, പിക്കോളിനുണ്ട്, ഡോട്ട് ഗ്രീൻ ഉണ്ട്, പിന്നെ നമ്മുടെ അരുൺ ബ്രോ ട്രിപ്പിംഗ് വേവ്സ്. രസമുള്ള പരിപാടിയാണ്, എനിക്കിഷ്ടമാണ് ചെയ്യാൻ. പക്ഷേ അറിയത്തില്ല, നമ്മൾ പഠിക്കും. അവിടുന്ന് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ചെക്ക് പോസ്റ്റ് ചെക്കിങ്ങും പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഒന്ന് ബോർഡൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. മുതുമല ടൈഗർ റിസർവ് കോർ സോൺ. കോർ സോൺ ഇപ്പോൾ ഇത് മെയിൻ ഏരിയ ആണ്. അതെ വന്നു. ആണോ? എവിടെ വീട്? മംഗലാപുരം. ചെറിയ ചാനലൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ വീഡിയോ കാണാറുണ്ട്, കമന്റ് ഒക്കെ ഇടാറുണ്ട്. ഓക്കെ, പുറത്തല്ലായിരുന്നോ? വിയറ്റ്നാമിലൊന്ന് പോയത്. അന്ന് വട്ടവട ഗ്രാമങ്ങളൊക്കെ പോയിട്ട്. എന്റെ നിക്സൺ ജോസഫ്. എങ്ങോട്ടാ? ഞങ്ങൾ ഊട്ടി ഒന്ന് ഇറങ്ങാൻ. ഞങ്ങൾ ഇന്നലെ അങ്ങനെ മംഗലാപുരത്ത് നിന്ന് വയനാട് കയറി അവിടെ സെമിനാരി ഇല്ല നിന്ന് അവിടുന്ന് ഇപ്പൊ നേരെ ഞങ്ങള് അങ്ങനെ വന്നല്ലേ. അടിപൊളി കേട്ടോ വീഡിയോ അല്ല ബ്രോയുടെ സംസാരം എല്ലാം അടിപൊളിയാ. സംസാരം സത്യം, അവതരണങ്ങൾ നല്ല രസം കേട്ടോ. അവിടെ വയനാട് മഴ ഉണ്ടായിരുന്നു. വയനാട് ഭയങ്കര മഴയല്ലേ? ആണോ? ഭയങ്കര മഴയാ. ബ്രോ ഇപ്പൊ എവിടെ വരുന്നത്? ഞങ്ങൾ ഇവിടെ നിന്ന് പോയി, നമ്മുടെ നെല്ലിയാമ്പതി പോയി. നെല്ലിയാമ്പതി സോളോയാ? അല്ല, 2 പേരോടുണ്ട്. അപ്പോൾ ശരി നിക്സൺ, ശരി, കണ്ടതിൽ സന്തോഷം. താങ്ക് യു. ഓക്കെ. ഒരു സന്തോഷം. നമ്മൾ കഷ്ടപ്പെടുന്നതിന് ഇതൊക്കെയല്ലേ ഏറ്റവും വലിയ അംഗീകാരം അല്ലേ? ഇതാണ് മസനഗുഡി ടൗൺ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യമേ കാണുന്നത് കുറേ ജീപ്പുകളാണ്. കാര്യം സിംഗാര, മോയാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. മസനഗുഡിയിൽ നിന്ന് റൈറ്റ് 7 കിലോമീറ്റർ പോയ സിംഗാരയും ലെഫ്റ്റ് 10 കിലോമീറ്റർ പോയ മായാർ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. മോയാർ എന്നാണ് പറയുന്നത്. അങ്ങനത്തെ 2 സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്കൊക്കെയാണ് ഇവർ ജീപ്പ് സഫാരി കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന ജീപ്പുകളുടെ ഒരു ഘോഷയാത്രയാണ് റോഡിൽ. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ
എന്താ എല്ലാ സ്ഥലത്തെയും പോലെ വഴിക്കച്ചവടക്കാരും പിന്നെ തമിഴ്നാട്ടിൽ ഒഴിച്ചുകൂടാൻ പറ്റില്ലാത്ത അമ്പലങ്ങളും കാര്യങ്ങളും എല്ലാം അങ്ങനത്തെ ഒരു സ്ഥലമാണ് കുഞ്ഞൊരു ടൗൺ. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് 29 കിലോമീറ്ററാണ് ഊട്ടിക്ക്. ലെഫ്റ്റ് മായാർ, റൈറ്റ് സിംഗാർ. നമ്മൾ ലെഫ്റ്റ് മയാർക്ക് പോകുന്ന വഴിക്ക് കയറിയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ വഴി പോയി കഴിഞ്ഞാൽ കുറച്ച് ആനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്നാണ് നമ്മുടെ ന്യൂട്ടൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ വഴി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വരാം. ചെറിയൊരു വഴിയാണ്. നമ്മൾ കളിച്ച് സമയം 3:30 കേട്ടോ. രാത്രി 9 മണി വരെ ഊട്ടിക്ക് കയറ്റി വിടുമെന്നാണ് ഇപ്പോൾ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മൾ മസനഗുഡി കഴിഞ്ഞിട്ട് ഊട്ടിക്ക് പോകുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് 9 മണി കഴിഞ്ഞ പിന്നെ ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് ഏതായാലും സമയമുണ്ട്. ശരിക്കും ആൾത്താമസമുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഇവിടെയൊക്കെ വന്യജീവികൾ ഇഷ്ടംപോലെ ഇറങ്ങുന്നൊരു സ്ഥലമാണ്. കുറേ പുലി ഇറങ്ങി ആക്രമിച്ചു എന്നൊക്കെ ഉള്ള വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ട് മസനഗുഡിയെ പറ്റി. എന്താ നോക്കുക, സ്ഥലം നോക്ക്. ഊട്ടി മലനിരകൾ കോട പുതച്ച് കിടക്കുന്നു. ബസ്, ഗ്യാസ് കയറ്റുന്ന വണ്ടി, പിന്നെ തന്നെ നടക്കുന്ന പശുമ്പ കണ്ട. ഇത് വാഗയല്ലേ? റെഡ് വാഗയാന്ന് തോന്നുന്നു അല്ലേ? അതേന്ന് തോന്നുന്നു. അതെ അതിടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ. അത് ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിക്ക് മാറ്റിക്കൂട്ടുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിനീതമായ ഒരു അഭിപ്രായം. ഇവിടെ ഡാമൊക്കെ ഉണ്ടോ? മറവങ്കണ്ടി ഡാം 1951. അതുള്ളല്ലോ. അതേ ഡാം, ഇറിഗേഷന് വേണ്ടിയുള്ള ഡാമാണെന്ന് തോന്നുന്നു. എന്ത് കിടില സ്ഥലമാണെന്ന് നോക്കി. ജീപ്പിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ഫീൽ കിട്ടുമോ? ഇല്ല, അതിന് ബൈക്കിൽ തന്നെ വരണം. എൻ്റെ മോനെ എന്താ ഐറ്റം നോക്കിയേ. ആ റെഡ് കളറിലെ പൂവും ആ വഴിയും. എന്തേ അയ്യോ വെളിയിറങ്ങുന്നത്? வந்து நிக்கும் போது திரும்ப நான் எடுத்து போறேன் அப்படின்னு வந்து நிக்கிறேன். என்ன பிரச்சனை? வந்து நிக்கும் போது திரும்ப நான் எடுத்து போறேன் அப்படின்னு வந்து நிக்கிறேன். என்ன பிரச்சனை? பேச்சுக்கு என்ன மரியாதை? போக ஆபீஸ் உடம்பே அதுதான். அவர் சொல்லுங்க, நீங்க அமைதியா கேட்டிருக்கணும்ல. நீங்க திரும்ப போயிட்டு இது பண்றீங்க. நான் திரும்ப எடுத்து தான் போகணும் அப்படின்னு நிக்கிறீங்க. அதில் தான் அவர் கோவப்படுது. நீங்க சொன்னது எனக்கு முதல்ல புரியல. அதனால தான் புரியல. நீங்க என்னன்னா இப்போ ஒரு யானையை வந்து இதை அடிச்சிங்கன்னா என்ன பண்ணுவீங்க? அண்ணா ஒரு வாட்டி சாரி, கேரளாவிலேருந்து வர்றேன். இங்கெல்லாம் நிறைய ப்ரொமோஷனൊക്കെ பண்ணிட்டு இருக்கேன். கேரளா டூரிசம் கூட ஒர்க் பண்ணிட்டே இருக்கேன். அண்ணா ஒரு வாட்டி அண்ணா ஒரு வாட்டி அண்ணா அங்கே போயால் நிறைய பிரச்சனைகளாயிருக்கும் அண்ணே. அண்ணா ஒரு மினிட் அண்ணா, அங்கே போய் நிறைய பிரச்சனைகளாகும் அண்ணே. ஒரு தவணை விடு ப்ளீஸ். இல்லை இனி செய்யாது ஒரு പ്രാവശ്യം தம்பி மாதிரி நினைச்சு. ഇല്ല അണ്ണ, അങ്ങ് പോയ നിറയെ പ്രശ്നങ്ങളായിരിക്കും അണ്ണേ, തരില്ലേ? ഇല്ല ഇനി ആകെപ്പാടെ പ്രശ്നമല്ലോ. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്. ഇവരെ തെറ്റ് പറയാൻ ഒരു കാര്യമില്ല. കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിലെ കുഴപ്പമാണ്. ഇറങ്ങരുതാത്ത സ്ഥലത്ത് നമ്മൾ ഇറങ്ങി. 4 മണിയായി, സമയം പോയി. ഇനിയിപ്പം മസനഗുഡി വഴി ഊട്ടി വെള്ളത്തിലായ ഗതിയിലാണ് കാര്യങ്ങൾ. അവർ മിക്കവാറും കേസൊക്കെ രജിസ്റ്റർ ചെയ്ത് എനിക്ക് എൻ്റെ ക്യാമറ ഒക്കെ പണി കിട്ടുമെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ പോസിറ്റീവായിട്ട് നേരിടും. എന്നാന്ന് പറഞ്ഞാലും ഭയങ്കര രസമുള്ളൊരു സ്ഥലം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വരുന്നത്. മസനഗുഡിയൊക്കെ വന്ന് അയിലയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു റോഡ് ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വല്ലതും അറിയണം ഇങ്ങനെ പുല്ലിൽ നിന്ന് നടന്നാൽ പോരെ. താങ്ക് യു. ഇല്ല സാർ, സോറി. ഞാൻ എന്താ മുത്തുമலை സാറൊക്കെ தெரியுமா? അവൻ കൂടെ ഒക്കെ വർക്ക് ഇല്ലില്ല, തെറ്റുതാൻ. ഓക്കെ, താങ്ക് യു. ഇവിടെ സാധനം എന്ത് മണ്ടത്തരോടെ കാണിച്ച്. അതല്ല, അവർ പിടിച്ചെടുത്തപ്പോൾ താൻ എന്തിനാ വീഡിയോ എടുക്കാൻ വേണ്ടി കൊണ്ട് ഓടി വന്ന്? അല്ല, ഇവിടുന്ന് വണ്ടി വരുന്ന ഷോട്ട് എടുത്താ നമ്മുടെ ഭാഗത്താണ് തെറ്റ്. ഇതേ കാർഡ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് മഹാനാണ് നിൽക്കുന്നത്. കണ്ടോ? ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞു, ഈ കാർഡെന്ന് പറഞ്ഞ പരിപാടി എനിക്ക് അറിയത്തില്ല, എനിക്ക് ആകെ അറിയാവുന്ന കുരങ്ങനെ മാന്യാണല്ലേ. നോക്ക് ആ ഫ്രെയിം നോക്ക്, അത് കണ്ടിട്ട് എങ്ങനെ എടുക്കാതിരിക്കും. നോക്ക് എന്തല്ലേ. അടുത്ത് ഇടയ്ക്കങ്ങ് ഇങ്ങനത്തെ കിട്ടില്ല റോഡ് കണ്ടിട്ടില്ല. ഓർത്ത് വയ്ക്കും, നല്ല അടിപൊളി പച്ച കളറിൽ കിടക്കുന്ന ഒരു സ്ഥലം. എനിക്ക് ബാക്കിലത്തെ ഫ്രെയിമാണ്, തിരിച്ചു പോകുമ്പോഴാണ് എൻ്റെ പൊന്നോ ലുക്ക്. നല്ല റോഡ്, 2 സൈഡിൽ പച്ച കളറിൽ കിടക്കുന്ന കാട്, അതിൻ്റെ ഇടയ്ക്കൂടെ ഇലയില്ലാത്തത് ഇങ്ങനെ ഓരോ മരങ്ങൾ. കവിത രചിക്കാൻ തോന്നുന്നു. കവിത
2 കിലോമീറ്ററോടെ പോകാണ്ട് ഇനി 250 കിലോമീറ്റർ ആണെങ്കിൽ ഈ റോഡിൽ കൂടെ വണ്ടി പിടിച്ച് പോകാൻ എന്താ മൂഡ്. ഊട്ടിക്ക് പോകുന്ന വഴി അതിലൂടെ വിളി കേട്ടോ. അത് ഇച്ചിരി കൂടി വീതിയൊക്കെ ആയിട്ട് ഭയങ്കര കിടിലൻ സ്ഥലമാണ്. ഇപ്പം തന്നെ 5 മണിയായി. നമ്മളിനി ഇപ്പം ആ വഴി കവർ ചെയ്ത് പോകും എന്നുള്ള കാര്യത്തിലാണ് എനിക്കിപ്പോൾ ഒരു വേവലാതിയൊക്കെ. തങ്ങ് നോക്ക്, മഞ്ഞൊക്കെ കയറി കിടക്കുന്ന നോക്ക്. ഊട്ടിയായിരിക്കുമല്ലോ അവിടെയൊക്കെ. ഓ, ഇത് അത്യാവശ്യം വലിയ വില്ലേജാണ് കേട്ടോ ഈ മോയാർ എന്ന് പറയുന്നത്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഈ കാടിനടുക്ക് ഇവരൊക്കെ സമ്മതിക്കണം കേട്ടോ. കഴിച്ചോ പോയേക്കാം, നിങ്ങൾ കഴിച്ചോട്ടെ. എന്നാ താത്താ എപ്പടി ഇരിക്കേ? ഇത് ഫോറസ്റ്റാ അതോ ഊരാ? ഊര്. അങ്ങോട്ട് എങ്ങനെയുണ്ട് ഒന്ന് നോക്കിട്ട് വരാം. എന്താല്ലേ ഒരു നാട്. ഓ, ഇവിടം വരെ അല്ലേ. ബിൽഡിംഗ് ഒക്കെ നോക്കി. വാവ്. ഇത് ക്യാമറ ഇതുക്കുള്ള എല്ലാമേ ക്യാമറ. ഉള്ള പോയാ ചങ്ങ. കോട്ടയം തമിഴ് எல்லாமே நம்ம ஊர் தானே. கேரளா தமிழ்நாடு எல்லாமே நம்ம ஊர் தானே. எங்களுக்கு வந்து எங்க ஏட்டா வந்து பாலக்காடு. பாலக்காடா? ஆமா, 2 பசங்களோட எல்லாம் ஃபாரின். ശരി, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വണ്ടിയിലേ അവിടെ ഒരു കിളി ഇങ്ങനെ വേറൊരു കിളിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു. എന്തിൻ്റെ ഒരു സാധനത്തിൻ്റെ അടുത്ത്. ഇപ്പോൾ ഒരെണ്ണം ചത്ത് കിടക്കുമായിരുന്നു പാവം. പക്ഷേ വണ്ടി കയറിയതാ. അവിടെ ഒരു കവറിൽ കഴിക്കാൻ വേണ്ടി വന്നിരുന്നതായിരിക്കും പാവം. എന്താല്ലേ, ഒരു ജീവനല്ലേ. അപ്പോൾ എത്രയും പെട്ടെന്ന് വിട്ടുപിടിച്ചാൽ എന്തിനേലൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് നോക്കാം. മഴ തുടങ്ങി. മയില് മസനഗുഡി ടൗണിലെത്തി. ഇനി നമുക്ക് ഊട്ടിക്ക് പോകാൻ വേണ്ടി പോകണം. ആ വഴി കാണാൻ പറ്റുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. 5:51 സൺസെറ്റ് ആവാറായെന്നല്ല, സൺസെറ്റ് ഇല്ലെന്ന് തോന്നുന്നു. ഇരുട്ടി. ഇനിയിപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വലിച്ചു വിടാമെന്നുള്ളത് വേറെ വഴിയൊന്നുമില്ല. ഇനി നമ്മൾ ലെഫ്റ്റ്, അതായത് പുതുമലയിൽ നിന്ന് വരുമ്പോൾ നേരെ അതാണ് ഊട്ടി. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്നാൽ കടകൾ കാണുമെന്ന് സംശയമുള്ളതുകൊണ്ട് നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാം. ഞാനൊരു കാര്യം മസനഗുഡി വഴി ഊട്ടി എന്നുള്ളത് നമുക്ക് മുതുമല തൊട്ട് മസനഗുഡി വരെ ആക്കിയായിരുന്നു. മോയാറ് വരെ കേട്ടോ. ഇങ്ങനെ നമ്മളെ കാടിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നാ. പഠിപ്പിച്ചല്ലോ. കാടിന്റെ കാര്യം ആദ്യം പഠിപ്പിക്കേണ്ടത് പുറത്തിറങ്ങില്ലെന്ന്. അത് മാത്രം ഞാൻ പറഞ്ഞ ബൈക്കിൽ നിന്ന് ആരും എത്ര തവണ പിടിച്ച് കയറ്റി നോക്കി. കാടിന്റെ ആരും പുറത്തിറങ്ങില്ല കേട്ടോ. ഓക്കെ, പാടമാണ്. പാടം നമ്പർ 1. ക്യാമറ തിരിച്ചു കിട്ടിയ ഭാഗ്യം. ബിബില് കരഞ്ഞ അതിൻ്റെ അകത്തൊരു ഞങ്ങളവിടെ നിർത്തിയിട്ട് കുരങ്ങിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഫോറസ്റ്റുകാരുടെ വണ്ടി വന്നിട്ട് ഞങ്ങള് കൂട്ടത്തിലുള്ളതെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞു ഇവിടെ നിർത്താൻ പാടില്ല, പോകുന്നു പറഞ്ഞു. ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും എടുക്കാനായിട്ട് പോയപ്പോഴത്തേക്കും അജിത്ത് നമ്മുടെ ഇപ്പോൾ ഉള്ള ആളാണല്ലോ അതിന്റെ അകത്ത്. അപ്പൊ വണ്ടി ഫ്രണ്ടിട്ട് എടുത്തപ്പോ ഒരാൾ ഞാൻ നോക്കിയേ ക്യാമറയൊക്കെ പൊക്കി അടിച്ചു. എന്നെ ക്യാമറയെ പൊക്കിയിരുന്നു. ഞാനും ക്യാമറ അകത്തായി. അല്ല, നിങ്ങൾ സീൻ കാണണമായിരുന്നു. ഞാൻ ബൈക്കിൽ ഇങ്ങനെ വരുവാണേ, ഇങ്ങനെ പിടിച്ചു വെച്ചേക്ക പോലീസുകാര്. ഞാൻ ഫോറസ്റ്റുകാര്. അപ്പൊ ഞാൻ ഇങ്ങനെ വരുന്ന കണ്ടിട്ട് ഞാൻ ഓടിച്ചു. അപ്പൊ ഇങ്ങനെ ആ ഫോറസ്റ്റുകാരെ തട്ടി മാറ്റിട്ട് വന്നിട്ട് എന്നെ വീഡിയോ എടുക്കുക. ഞാനോർത്ത് ഇങ്ങനെ എന്താ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു ചായം കുടിച്ചിട്ട് മസനഗുഡിയിൽ നിന്ന് ഒരു ചായം കുടിച്ചിട്ട് അജിത്ത് കേട്ടോ. അജിത്ത് കൂടുതൽ ആക്കൊന്നും വേണ്ട. മസനഗുഡി ടു ഊട്ടിയിലെ
ഒറിജിനൽ പോർഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതാണ് മസനഗുഡി. നമ്മൾ ഈ പോകാൻ പോകുന്നതാണ് ഊട്ടി. ഇത്രയും നേരം നിങ്ങൾ കണ്ടതെല്ലാം ബോണസ് ആണ്. ഇവിടെ ആക്ച്വലി കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ആക്ച്വലി ഊട്ടിയിലോട്ടുള്ള എൻട്രി. നമ്മളന്ന് വന്നില്ലേ മസനഗുഡി ശ്രീയുടെ ഹാരിയറിൽ. അന്ന് ഭയങ്കര ഡ്രൈ അല്ലായിരുന്നോ? പക്ഷെ ഇപ്പം നോക്കി മഴയൊക്കെ പെയ്ത് കിടക്കുമ്പോൾ കളറൊക്കെ ഭയങ്കര മൂടാട്ടോ. കോടമഞ്ഞും അങ്ങനത്തെ ദൂരെ കോടയൊക്കെ കാണാം. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ. കേട്ടോ, കുറച്ചിങ്ങ് വന്നു കഴിയുമ്പോഴത്തേക്കിനും റോഡ് വലുതാവും. നോക്കി ഒരു കാടിന് നടുക്കൂടെ കിടക്കുന്ന റോഡ് നോക്ക്. അന്ന് നമ്മൾ വന്നപ്പം ഇവിടെ ഒരു ചേച്ചിയുടെ കടയിൽ നിർത്തിയിട്ട് മറ്റേ കൂളെന്ന് പറഞ്ഞ സാധനം കുടിച്ചായിരുന്നു. എന്നിട്ട് ചേച്ചി അവിടെ അങ്ങ് ആനേനെയൊക്കെ കാണിച്ചു തന്നായിരുന്നു. ഇവിടെ കണ്ടായിരുന്നല്ലോ, ഇവിടെ ആയിരുന്നു കട. ചേച്ചി കട നിർത്തി കേട്ടോ. JCB കണ്ടല്ലോ. എന്ത് സംഭവം? മരം ഓടിച്ചാ? ഓ ഇതെങ്ങനെ ഇത്ര ഓടിന്? ഇവിടെ ഒരു കഫേ കോഫിയുടെ ഉണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒന്ന് കയറിയായിരുന്നു. ഇത് ഈ റോഡൊന്ന് മോളിൽ നിന്ന് കാണാൻ പറ്റുമായിരുന്നു, അടിപൊളിയായിരുന്നു അല്ലേ? പക്ഷേ നിവൃത്തിയില്ല. സിരിയൂർ 23. സിരിയൂർ. ഓ മഞ്ഞ് മൂടി കിടക്കുന്ന നോക്കങ്ങ് അടിപൊളി. വാവ്. കൂടുതലൊന്നും പറയാനില്ല. വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ കയറിപ്പോര്. പ്രത്യേകിച്ച് ഈ മൺസൂൺ ടൈമിൽ വരുമ്പം ഭയങ്കര മൂടായിരിക്കും, ഉറപ്പ്. നല്ല ഇരുട്ട് വീണ് തുടങ്ങി. ഇവിടെയൊക്കെ ഒരു 5 സെൻറ്റ് സ്ഥലമൊക്കെ മേടിച്ച് ചെറിയ മഡ് ഹൗസൊക്കെ വെച്ച് സുഖമായിട്ട് ജീവിക്കണം അല്ലേ? നമ്മളങ്ങനെ ചുരം കയറാൻ പോവുകയാണ്. നീലഗിരിയുടെ മലമുകളിലേക്ക് സ്വാഗതം. കോട നോക്ക്. നമ്മൾ മസനഗുഡിയിൽ നിന്ന് കറക്റ്റ് 10 കിലോമീറ്റർ വരുമ്പോഴാണ് ഈ പറഞ്ഞ ഈ കയറ്റം തുടങ്ങുന്നത് കേട്ടോ. ഇനിയുള്ള 20 കിലോമീറ്റർ ഇങ്ങനെയായിരിക്കാം. 20 ഇല്ലെങ്കിലും 18 കിലോമീറ്ററോളം ഇനി കയറ്റമാണ്. അത് കയറി കഴിഞ്ഞാൽ ഊട്ടി. ഇപ്പം തന്നെ തണുക്കുന്നു. അവിടെ ചെല്ലുമ്പം പൊളിയും, ഉറപ്പാണ്. അതിൽ ആദ്യത്തെയാണ് നമ്മൾ കയറാൻ പോകുന്നത് കേട്ടോ. രണ്ടാമത്തത്. പിന്നെ ഈ വഴിയിലൂടെ ഇങ്ങോട്ടേക്കുള്ള സഞ്ചാരം ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. അത് കഴിഞ്ഞ് മാറ്റിയെന്ന് അറിയത്തില്ല. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. പിന്നെ ഇവിടെയുള്ള ലോക്കൽസിന് മാത്രം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റും. പിന്നെ എന്താ ഇവിടുത്തെ രജിസ്ട്രേഷൻ നമ്പർ അങ്ങനെ എന്തൊരു പരിപാടി ഉണ്ട്, കറക്റ്റ് അറിയത്തില്ല. അടിപൊളി. നല്ല തണുപ്പ് വരുന്നുണ്ട്, നല്ല തണുപ്പ് കയറുന്നുണ്ട്. കോടയും കയറുന്നുണ്ട്. ഊട്ടിയിൽ അത്യാവശ്യം ടെമ്പറേച്ചറൊക്കെ ഡൗൺ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഹെയർപിൻ ബെൻഡ് 21 തിരിച്ചല്ല എണ്ണണ്ടേ. ഇപ്പോൾ 15 എണ്ണം കഴിഞ്ഞു. ഇനിയുണ്ട് 21 എണ്ണം കൂടെ. ഈ വഴി ഊട്ടിക്ക് കയറാൻ പ്ലാൻ ഉണ്ടെങ്കിൽ 9 മണി വരെയുള്ള ചെക്ക് പോസ്റ്റ്. പക്ഷേ ചെക്ക് പോസ്റ്റ് നമ്മൾ കണ്ടേയില്ല കേട്ടോ. അത് എവിടെയാണോ ഇനി? അവിടെ എന്തോ പാസ് കാണിക്കണമെന്നൊക്കെയാണ് ഞാൻ ഓർത്തത്. ഒന്നുമില്ല. പിന്നെ 2 വീലറിൽ വരുമ്പോൾ പാസിൻ്റെ ആവശ്യമില്ല കേട്ടോ, ചോദിച്ചില്ല. കാറിന് വരുമ്പോൾ മാത്രം മതി പാസ്. പിന്നെ താഴെ ഒരു 30 രൂപ ഫീസ് അടയ്ക്കണം. പാസ് കാണിച്ച് 30 രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് അവരിങ്ങോട്ട് കയറ്റി വിടും. ബൈക്കിനൊന്നും ചോദിച്ചില്ല, പൊക്കോളാൻ പറഞ്ഞു. നമ്മൾ ചുരം കയറി. ഇനി ഇവിടുത്തെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ചെക്ക് പോസ്റ്റിൻ്റെ കാര്യമാണ് ഇനി അവർ പറഞ്ഞത്. മേ ബി ഇതാകും കേട്ടോ. തമിഴ്നാട് ഫോറസ്റ്റ് കല്ലഹട്ടി ചെക്ക് പോസ്റ്റ്. ചെറിയൊരു വില്ലേജ് സെറ്റപ്പും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹെയർപിൻ ബെൻസ് തുടങ്ങുവാണ്. കല്ലഹട്ടി. ഓ സ്കൈ നോക്ക്. എൻ്റെ അമ്മേ, ഇവിടെ നിർത്താൻ പറ്റത്തില്ല, ആ പ്രശ്നം. ബസ്സുണ്ട് താഴോട്ടേക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ കൈയെല്ലാം കൂടെ താണത്തിട്ടുണ്ടല്ലോ, അങ്ങോട്ട് വിജൃംഭിച്ചിരിക്കുകയാണ്. നമ്മൾ ഊട്ടി കയറി കേട്ടോ. ഊട്ടി എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അളിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന റോഡ്, അറഞ്ചം പുറഞ്ചം ബ്ലോക്ക്, നല്ല കഠിന കടൂര തണുപ്പ്. മുടിയാതാ? അയ്യോ, 1.5 മണിക്കൂറായി ബ്ലോക്കിൽ കിടക്കുന്നത്. ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. എത്തിയിട്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചാൽ സമ്മതിക്കുന്നില്ലല്ലോ.